വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. മോർണിംഗ് ആയപ്പോഴത്തേക്കും പഞ്ചാബ് എത്തി. ഭയങ്കര മിസ്റ്റാണ്, പക്ഷേ ഇത് പൊല്യൂഷൻ്റെ ആണ് കൂടുതലും. ഡേ മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഫ്രഷായി. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു കുതിര സവാരിയിലാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 10 പേരാണ് ഒരു കുതിരവണ്ടിയിൽ കയറിയത്. അങ്ങനെ നമ്മൾ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് കുതിരവണ്ടിയിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നാണ് കുതിരവണ്ടി കയറിയത്. അപ്പോൾ നമ്മളിവിടെ ഇറക്കി വിട്ടു. ഇനി ഇവിടെ നിന്നൊരു 400-500 മീറ്റേഴ്സ് നടക്കണം ഗോൾഡൻ ടെമ്പിളിലേക്ക്. അപ്പോൾ നമ്മൾ പോകാം. അപ്പോൾ ജാലിയൻ വാലാബാഗും ഗോൾഡൻ ടെമ്പിളും വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിന് കുറച്ച് മുന്നിലുള്ള സ്റ്റോപ്പിൽ ഓട്ടോ കൊണ്ട് ഇറക്കിയിട്ട് പോയി. അവിടെ നമ്മളിങ്ങനെ നടക്കണം. ഇങ്ങോട്ടേക്ക് വണ്ടി സർവീസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഗോൾഡൻ ടെമ്പിൾ എത്താനായി. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാനുള്ള വഴിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ തിരക്കുണ്ട്. അവിടെ ഷോളൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ. അതുകൊണ്ട് ഇന്ന് ചുരിദാറൊക്കെയാണ് ഡ്രസ്സിങ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു. അത്രയും തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മളപ്പോൾ ഒരു മാൽ റോട്ടിൽ കൂടെ ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാർക്കറ്റ് പോലെയാണ്. ഒരുപാട് കടകളുണ്ട്. ജൂട്ടീസും ക്ലോത്തുകളും കിട്ടുന്നൊക്കെ ഷോപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂ വെക്കുന്ന സ്ഥലത്ത് അവിടെ ഫ്രീ ആണ്. അവിടെ നമ്മൾ ചെരുപ്പൊക്കെ സൂക്ഷിച്ചൊക്കെ കൊടുത്ത് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം ഷോൾ ഇട്ടിട്ട് വേണം കേട്ടോ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ബോയ്സ് ആണെങ്കിൽ തന്നെ തലയിൽ ഇങ്ങനെ കെട്ടാനുള്ളൊരു സാധനമുണ്ട്. അതവിടെ ഫ്രണ്ടിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഗേൾസ് ആണെങ്കിൽ തലയിൽ ഷോൾ ഇട്ട് മറയ്ക്കും. അപ്പോൾ അവിടെ കുടിക്കാനൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. ഒരാളെടുത്ത വെള്ളം അവർ കുടിച്ചില്ലെങ്കിലും അത് തിരിച്ച് വയ്ക്കാൻ സമ്മതിക്കില്ല കേട്ടോ, അത് കളയേണ്ടി വരും. അവിടെ നമ്മൾ നേരെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഗുരുദ്വാരയിൽ നിന്ന് നമുക്ക് ഫുഡ് തരും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് വേണം പോവാൻ. ഒരു സ്ഥലത്തും കാലൊന്നും കഴുകാണ്ട് അവർ കയറ്റില്ല കേട്ടോ. അവിടെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിങ്ങനെ നിൽപ്പുണ്ടാവും എല്ലാ സൈഡിലും, ഫോട്ടോ എടുക്കാതിരിക്കാൻ നോക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. വലിയൊരു ഹോളാണ്. നമ്മൾ താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രമൊക്കെ അവർ ആദ്യം തന്നെ തന്നു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഫുഡ്. റൈസ് ഉണ്ട്, റൊട്ടി ഉണ്ട്, ദാൽ കറി ഉണ്ട്, പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ട്, പിന്നെ ഒരു പായസം ഉണ്ടാവും. പിന്നെ ആ സൈഡിലിരിക്കുന്ന പാത്രത്തിൽ സാധാരണ കുടിവെള്ളമാണ് കേട്ടോ, കുടിക്കുന്ന വെള്ളം. അതവരിങ്ങനെ പൈപ്പിൽ കൂടെ പോയി ഒഴിച്ചുകൊണ്ട് പോകും. അപ്പം പിന്നെ ഒരു കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞു പിള്ളേരടക്കം വിളമ്പാൻ നിൽക്കും കേട്ടോ. അതവർ നേർന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഫോറിനേഴ്സും ചെറിയ മക്കൾ വരെ ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് വരുന്നവർക്ക്. ഹായ്, എന്താ പേര്? ഇവിടെ വന്ന് എല്ലാരും സിക്കായി. എവിടെ നിന്ന് കഴിച്ചടാ? ഇത് എത്ര രൂപയാ ചെയ്യണേ? 50. മറ്റേത് ചെയ്യണേനോ ചുറ്റണേനോ? 200. ഓക്കെ. ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ജാലിയൻ വാലാബാഗ്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ജാലിയൻ വാലാബാഗ് കാണാനാണ്. അവിടെ കുറേ നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഈ വെടിവെച്ച സ്ഥലം. അതായത് ഇവിടെ നിന്നിട്ടാണ് അവർ ആളുകൾക്ക് നേരെ ബുള്ളറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പവലിയോണിൽ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഇങ്ങനെ കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ, ഒരുപാട് പേരുടെ. അപ്പം കുറേ ആൾക്കാർ പിന്നെയും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമായി നമ്മളിവിടെ എത്തിയപ്പോൾ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവരത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. അതായത് ഈ വെടി ഉയർത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കിണറിലേക്ക് ഒരുപാട് ആൾക്കാർ വീണു.
ചാടി മരിച്ചു. അതായത് 120ഓളം ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 120 ബോഡീസാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊക്കെ ബുള്ളറ്റിൻ്റെ പോയിൻറ്റ്സാണ്. അതുപോലെ ഒരുപാട് പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മെമ്മറിക്ക് വേണ്ടി വെച്ചാണ് ഒരു രൂപമാണ്. അപ്പോൾ ഇതൊക്കെ ബുള്ളറ്റ് മാർക്സാണ്. ആ വൈറ്റ് കളർ ബോർഡർ വെച്ചേക്കണ എല്ലാം ബുള്ളറ്റ് മാർക്സാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും നമുക്കിത് കാണുമ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോൾ ഉള്ള ഫ്രീഡം അനുഭവിക്കണേന്ന് അറിയുമ്പോൾ ഒരു വിഷമം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വണ്ടി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും. ആ കുതിരയുടെ പേര് ബാസന്തി എന്നാണ്. അപ്പോൾ അമ്മ അതിന് പഴം മേടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിന് പഴമൊക്കെ കൊടുത്തു. അമ്മയും എൻ്റെ അടുത്ത് പഴമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു വാഗ ബോർഡറിലെ പരേഡ്. അങ്ങനെ തിരിച്ചു പോരാൻ നേരത്തെ അതും കൂടെ കണ്ടിട്ട് മടങ്ങി. അപ്പോൾ നമ്മൾ പഞ്ചാബിൽ നിന്ന് നൈറ്റ് മണാലിക്ക് ട്രാവലിംഗ് ആണ്, സ്റ്റേ ഇല്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ മണാലിയിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.